ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹി എല്ലാ സത്യങ്ങളും മാർക്കോയോട് തുറന്നു പറയുന്നു. തുടർന്ന് ആക്സിഡന്റ് നടന്ന സ്പോട്ടിൽ നിന്നും കിട്ടിയ അയ്യപ്പ വിഗ്രഹത്തെക്കുറിച്ചും സിദ്ധിയായിട്ടുള്ള അമ്മ കണ്ണേട്ടന് സമ്മാനിച്ച ആ അയ്യപ്പ വിഗ്രഹവും തൻ്റെ കയ്യിലുള്ള അയ്യപ്പ വിഗ്രഹവും ഒന്നാണെന്നും മാത്രമല്ല താൻ കാണാറുള്ള സിദ്ധിയായ അമ്മയും കണ്ണേട്ടൻ കാണാറുള്ള അമ്മയും ഒരാളാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും പക്ഷേ അമ്മ ഞങ്ങൾക്ക് ഇതുവരെ ഒരുമിച്ച് ദർശനം തന്നിട്ടില്ല എന്നും മഹി പറയുമ്പോൾ തനിക്ക് ആ അമ്മയെ അറിയാമെന്നുള്ള കാര്യങ്ങളൊന്നും മാർക്കോ മഹിയോട് തുറന്നു പറയുന്നില്ല. തുടർന്ന് മഹി പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ആയതുകൊണ്ടാണ് ഒന്നും കണ്ണേട്ടനോട് തുറന്നു പറയാതിരുന്നതെന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ടും മഹാലക്ഷ്മി ഒന്നും കണ്ണൻ സാറിനോട് തുറന്നു പറയാതിരുന്നത് വളരെ മോശമായെന്നും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു. മഹാലക്ഷ്മിയെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയാണ് കണ്ണൻ സാറ്. ഇനി ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ഈ അടുത്താണ് എല്ലാം ഞാൻ അമ്മയോട് പോലും തുറന്നു പറഞ്ഞത്. പ്രതാപൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെയാണ് മുത്തശ്ശിയോടും കരുണയോടും എല്ലാം പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ കുറച്ചെങ്കിലും എന്നെ ഇപ്പോൾ പേടിക്കുന്നതെന്ന് മഹി പറയുന്നുണ്ട്. തൽക്കാലം ഇത് കണ്ണൻ സാറ് അറിയണ്ട. പക്ഷേ അയാൾ ഇത് വരുന്നവരോടും പോകുന്നവരോടൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഏത് രഹസ്യത്തിനും അധികം ആയുസ്സൊന്നുമില്ല. ഒരു ദിവസം അറിയേണ്ടവരൊക്കെ ഇത് അറിയുക തന്നെ ചെയ്യുമെന്നും പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ശേഷം മഹി പ്രതാപനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. മഹിയെ കാണുമ്പോഴാണെങ്കിലും പ്രതാപൻ എല്ലാം വിളിച്ചു പറയുന്നു. ഇപ്പോൾ ഇതാണ് അവസ്ഥയെന്നും മുൻപ് ഈ രഹസ്യം ആരും അറിയാതിരിക്കാനാണ് ഇവൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ എല്ലാം കൈവിട്ട് പോയെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. മഹിയാണെങ്കിലും എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ എങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നു. വിശ്വനാഥൻ എൻ്റെ കൂടെയുണ്ടെന്ന് പ്രതാപൻ പറയുമ്പോൾ മഹിയും മുത്തശ്ശിയും അത് കേട്ട് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ണേട്ടൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. പിന്നെ ഇയാൾ ജീവനോടെ ഉണ്ടാവില്ല. പിന്നെ ഇയാൾ കഴിഞ്ഞ ദിവസം എന്നെയും കണ്ണേട്ടനെയും അപായപ്പെടുത്താൻ ശ്രമിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. കണ്ണേട്ടൻ്റെ അച്ഛൻ ഇയാളുടെ കൂടെ ഉണ്ടെന്നല്ലേ പറയുന്നത്. അദ്ദേഹം തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അവസാനം മഹി. പിന്നീട് മഹി കണ്ണനെ കാണാനായിട്ട് ഫൈനാൻസേഴ്സിലേക്ക് ചെല്ലുന്നു. അപ്പോൾ മഹിയെ കാണുമ്പോൾ തന്നെ തൻ്റെ രണ്ടാനച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്, അയാളുടെ ദേഹത്ത് കൂടിയിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ആത്മാവാണെന്നും ഇനി അയാളാണോ ലോറി കൊണ്ട് ഞങ്ങളുടെ ബുള്ളറ്റിൽ ഇടിച്ചതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ തന്നെ മഹി ആകെ വല്ലാതാവുന്നുണ്ട്. അല്ലെങ്കിൽ അയാളും അച്ഛനും തമ്മിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ബന്ധവും ഇല്ല, അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ട് കൂടിയില്ല. പിന്നെ എങ്ങനെ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അയാളുടെ ദേഹത്ത് തന്നെ പ്രവേശിച്ചു എന്നെല്ലാം കണ്ണൻ സ്വയം ചോദിക്കുമ്പോൾ മഹി ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കണ്ണേട്ടാ, ചിലപ്പോൾ എല്ലാം കണ്ണേട്ടൻ്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹി കണ്ണനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും വല്ലാത്തൊരു പേടി മഹിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. കണ്ണേട്ടൻ സത്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടനോട് ആദ്യമേ തന്നെ എല്ലാം തുറന്നു പറയണമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റബോധം കൊണ്ട് നീറുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് ഉണ്ണി കണ്ണനെ കാണാനായിട്ട് ചെല്ലുന്നു. ആ മാർക്കോ ഇന്ന് തന്നെ കാണാൻ വന്നിരുന്നു. ഇനി നിങ്ങൾ രണ്ടാൾക്കുമെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ കൊന്നുകളയും എന്നാണ് അവൻ്റെ ഭീഷണി. അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് പല പേരുകൾ ചേർത്ത് പറഞ്ഞല്ലോ, അതിൻ്റെ ദേഷ്യം തീർത്തതാണ് അവൻ. അവർ തന്നെയായിരിക്കും ആ മാർക്കോയെ ചൂട് പിടിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് വിട്ടതെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ മഹിയെ സ്വന്തം പെങ്ങളായി കരുതി സ്നേഹിക്കുന്നവനാണ് മാർക്കോ. അങ്ങനെയുള്ള അയാൾക്ക് മനസ്സിന് വിഷമുണ്ടാക്കുന്ന രീതിയിൽ ആരെന്ത് ചെയ്താലും അവൻ അതിലിടപെടും. അത്രയ്ക്ക് നല്ല മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ മഹി എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ബഹുമാനം നിങ്ങൾക്ക് മാത്രം മതി അവരോട്. നിങ്ങൾ വേണമെങ്കിൽ അവരുടെ കാല് കഴുകി വെള്ളം കുടിച്ചോ, ഞങ്ങളെയൊന്നും അതിന് കിട്ടില്ല. കാരണം അവരിൽ ഇത്രയും കാലം നിങ്ങളോട് മറച്ചു വെച്ച ഒരു മഹാസത്യമുണ്ട്. നമ്മുടെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് കരുണയുടെ അച്ഛനാണ്. അന്ന് ആ ലോറിയിൽ അയാളോടൊപ്പം അവരും ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഭാര്യ. നേരത്തെ തന്നെ എനിക്കത് സംശയമുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും കാലം അവർ നിങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നെല്ലാം ഉണ്ണി തുറന്നടിച്ച് പറയുമ്പോൾ ഉണ്ണി നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണൻ ആകെ വല്ലാതാവുന്നുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ അടുത്തേക്ക് ചെല്ലുക. അയാളിപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ എല്ലാവരോടും വിളിച്ചു പറയുന്നുള്ളൂ. അങ്ങനെയാണ് ഞാനും ഇതറിഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. അങ്ങനെ അവസാനം കണ്ണനും ആ ഒരു സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കണ്ണൻ്റെ മനസ്സിൽ വലിയൊരു മുറിപ്പാട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. മഹിക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നു എന്നുള്ള കാര്യം. മഹിക്ക് എല്ലാം അറിയാമായിരുന്നെന്നോ? ഇല്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. എൻ്റെ മഹിക്ക് എന്നെ വഞ്ചിക്കാൻ കഴിയില്ല. ആദ്യം പ്രതാപനെ ചെന്ന് കാണണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് കണ്ണൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. പ്രതാപനാണെങ്കിൽ കൈകൾ കൊണ്ട് ഡാൻസിൻ്റെ മുദ്രകളെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിശ്വനാഥന് പാട്ട് പോലെ നൃത്തവും ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് പ്രതാപൻ. മുത്തശ്ശിയാണെങ്കിൽ അതിനിടയിൽ കിടന്ന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാവുന്നുണ്ട്. കണ്ണനെ കാണുമ്പോഴും സ്ഥിതി വ്യത്യാസമൊന്നുമില്ല. പ്രതാപൻ പറയുന്നുണ്ട്, എടാ കണ്ണ, നിന്നെ കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
ഈ തള്ളയോട് പലതവണ ഞാൻ പറഞ്ഞതാണ് നിന്നെ വിളിക്കാൻ, ഇവർ നിന്നെ വിളിച്ചില്ല. ഏതായാലും നീ വന്നല്ലോ, ഇനി ഞാൻ ആ സത്യം പറയാം. ഇവൻ്റെ അച്ഛൻ വിശ്വനാഥനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് ഞാനാണ്. അതിനെനിക്ക് പണം തന്നത് വാമദേവനാണ്. നിന്റെ ഭാര്യ ലക്ഷ്മി മോളും എന്നോടൊപ്പം ആ ലോറിയിലുണ്ടായിരുന്നു എന്ന ആ സത്യം പ്രതാപൻ കണ്ണനോട് വിളിച്ചു പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു സത്യം കണ്ണനോട് തുറന്നു പറയുന്നതോടുകൂടി തന്നെ പ്രതാപൻ്റെ ബോധം പോകുന്നുണ്ട്. കാരണം ഈ ഒരു സത്യം കണ്ണനിലേക്ക് എത്താൻ വേണ്ടി വിശ്വനാഥനെ അയച്ച് ഈ ഒരു കളി കളിച്ചിരിക്കുന്നത് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ തന്നെയാണ്. കണ്ണനാണെങ്കിൽ ആ ഒരു സത്യം കേട്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. മഹിക്കും എല്ലാം അറിയാമായിരുന്നു എന്നുള്ളൊരു കാര്യം കണ്ണനെ വല്ലാതെ തന്നെ തളർത്തിക്കളയുന്നുണ്ട്. പിന്നീട് വാമൻ സീമന്തിനോട് എല്ലാം തുറന്നു പറയുന്നുണ്ട്. പ്രതാപനിപ്പോൾ മാനസിക നില തെറ്റിയിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണൻ അതൊന്നും വിശ്വസിക്കണമെന്നില്ല. പക്ഷേ മഹാലക്ഷ്മിക്ക് എല്ലാ സത്യങ്ങളും അറിയാം. പ്രതാപനാണ് ലോറി ഇടിപ്പിച്ച് കണ്ണൻ്റെ അച്ഛനെ കൊന്നത് എന്നുള്ള സത്യം. അപ്പോഴും അതിൻ്റെയൊക്കെ സൂത്രധാരൻ ഞാനാണെന്നുള്ള കാര്യം അവൾക്കറിയില്ല. അവളും അവളുടെ കുഞ്ഞുമൊക്കെ ഈ ലോകത്തുനിന്ന് പോകേണ്ട സമയമായി എന്നെല്ലാം വാമൻ പറയുമ്പോൾ എങ്കിൽ പിന്നെ അവളൊന്നും ആരോടും പറയാതിരിക്കാൻ അവളെ അങ്ങ് കൊന്നുകളയാൻ പറയുന്നുണ്ട് കേട്ടോ സീമന്തിനി. പിന്നീട് കണ്ണനിൽ നിന്നും സത്യങ്ങളെല്ലാം അറിയുന്ന മാർക്കോ പറയുന്നുണ്ട്, അയാൾ ഇനി ഒരു ദയയും അർഹിക്കുന്നില്ല സാറേ. അയാൾ സാറിൻ്റെ അച്ഛനോട് ചെയ്ത ആ കൊടും ക്രൂരതയ്ക്ക് അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് മാർക്കോ. അങ്ങനെ വാമനെ തന്ത്രപരമായിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കുന്നുണ്ട്. അപ്പോൾ വാമൻ എത്തുന്നതും അയാളെ കാറിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുവരുന്നുണ്ട് മാർക്കോ. കണ്ണനും അവിടേക്ക് വരുന്നുണ്ട്. എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് വാമൻ കണ്ണന് മുന്നിൽ കരഞ്ഞു പറയുമ്പോൾ, ഇനി അവരല്ല ഞാനാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അച്ഛനെ നീ കൊന്നില്ലേടാ. നിന്നെ നിയമത്തിന് മുൻപിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തെളിവില്ലാത്തതിൻ്റെ പേരിൽ നീ അതിൽ നിന്നെല്ലാം ഊരിപ്പോരും. ഇവിടെ നീ തീരണം. നിൻ്റെ ജീവൻ ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തി കൊണ്ട് വാമനെ കുത്തി കൊലപ്പെടുത്തുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ തൻ്റെ അച്ഛനെ കൊന്ന വാമൻ്റെ അന്ത്യം കുറിച്ച് പ്രതികാരം തീർത്തിരിക്കുകയാണ് കണ്ണൻ. പ്രതാപനാണെങ്കിൽ ബോധം തിരിച്ചു കിട്ടിയതോടുകൂടി അയാൾക്ക് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നില്ല. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് ഒരു ചെറിയൊരു നീരസം തോന്നുന്നുണ്ട്. അതായത് ഇത്രയും നാൾ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി, എന്നിട്ടും അയാൾ എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചിട്ടാണല്ലോ തൻ്റെ കൂടെ ജീവിച്ചത് എന്നുള്ളൊരു കാര്യം കണ്ണന് വല്ലാതെ തന്നെ വിഷമമുണ്ടാക്കുന്നുണ്ട്. ഏതായാലും മഹി കണ്ണന് മുന്നിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്